പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂരിൽ വളരെ വിവാദമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം സ്വയം ഇനീഷ്യേറ്റീവ് എടുത്താണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്ന് ഒരു ധനസഹായം എല്ലാ പുലിക്കളി സംഘത്തിനും അനുവദിച്ചത്. 3 ലക്ഷം രൂപ കേന്ദ്ര സഹായവും ഒപ്പം 1 ലക്ഷം രൂപ തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പിൽ നിന്നും അദ്ദേഹം ഏർപ്പെടുത്തി കൊടുത്തു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിൽ ഇതൊരു ഫെഡറൽ സംവിധാനമാണല്ലോ രാജ്യത്ത്, കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കുപോക്കുകളും നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യം. സംസ്ഥാന ടൂറിസം വകുപ്പിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. അത് കൾച്ചർ മിനിസ്ട്രി വഴിയാണ് ഈ 1 ലക്ഷം കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കയ്യിൽ നിന്ന് 50,000 വെച്ച് തരാമെന്ന് പറഞ്ഞ് 2023 അത് നൽകി. 2024 മന്ത്രിയായി വന്നതിന് ശേഷവും ഇവിടുന്ന് ഒരു അപേക്ഷ വരാത്ത പശ്ചാത്തലത്തിൽ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ വാക്ക് കൊടുത്തു, അടുത്ത വർഷം ഈ പുലിക്കളി നടക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഗണ്യമായ ഒരു തുക നിങ്ങളുടെ കടബാധ്യത എന്ന് പറയുന്നത് ഇനി ഉണ്ടാവാതിരിക്കാൻ ഉള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ആഗ്രഹം 5 ലക്ഷമായിരുന്നു. ഞാൻ തന്നെ കളക്ടറോട് പറഞ്ഞ് കളക്ടർ 5 ലക്ഷത്തിന് വേണ്ടി ഒരു ടീമിന് 8 ടീമിനാണ് അപേക്ഷിച്ചത്. ഇതിന്റെ അപേക്ഷ ഞാൻ എത്ര പ്രാവശ്യം ഒരു ടൂറിസം സെക്രട്ടറിയെ വിളിക്കേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഇവിടുന്ന് ഒരു അപേക്ഷ വരാതെ കേരള സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പ് ഒരു അപേക്ഷ തരാതെ അവിടുന്ന് ഒരു തുകയും തരാനൊക്കത്തില്ല. യെസ്, ഇതാണ് സാഹചര്യം, ഇതാണ് അവസ്ഥ. എങ്ങനെയൊക്കെയാണ് പാവപ്പെട്ടവരിലേക്ക്, അർഹതപ്പെട്ടവരിലേക്ക് കേന്ദ്ര ധനസഹായം വൈകുന്നതിൻ്റെ ഒരു കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേന്ദ്രമന്ത്രിക്ക് തന്നെ തുറന്നു പറയേണ്ട ഒരു ഗതികേട് നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സാനു കെ സജീവ് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. സാനു, ഇഷ്ടംപോലെ ആളുകൾക്ക് കണ്ണീരൊപ്പിക്കൊണ്ട് സ്വന്തം കീശയിൽ നിന്ന് അധ്വാനിച്ച് ലഭിക്കുന്ന പൈസ എടുത്തു കൊടുത്ത മനുഷ്യനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹം കേന്ദ്രത്തിൻ്റെ ഒരു സഹായം അദ്ദേഹം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് പുലിക്കളി സംഘങ്ങൾക്ക്, ഓരോ സംഘങ്ങൾക്കും ധനസഹായം ഏർപ്പെടുത്താൻ അദ്ദേഹം അത് കൃത്യമായി തന്നെ നടപടിയെടുത്തത്. പക്ഷേ ഇവിടുത്തെ നീക്കുപോക്കും അനാസ്ഥയും കാരണം കിട്ടുന്നില്ല. എത്രത്തോളം ഗുരുതരമാണ് സാഹചര്യങ്ങൾ? കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ. ശ്യാം, എന്തായാലും അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അല്ലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടൊരു നടപടി ഉണ്ടാവുന്നത്. ഇത് വലിയ ഒരു ആശ്വാസമായിരുന്നു പുലികളി സംഘങ്ങൾക്ക്. ആ സംഘങ്ങൾക്ക് അനുവദിച്ച 3 ലക്ഷം രൂപ വീതം കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം കൃത്യമായിട്ട് ഈ സംഘങ്ങൾക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ സംഘങ്ങൾക്ക് ഈ പണം എത്താത്തതിന് കാരണം ഈ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയും പിടിപ്പുകേടുമാണെന്ന് ഒരു കേന്ദ്രമന്ത്രിക്ക് തുറന്നു പറയേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഈ പണം അനുവദിച്ചുകൊണ്ടുള്ള ലെറ്റർ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവ് അത് സംസ്ഥാന സർക്കാരിന്, ടൂറിസം വകുപ്പിന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയതാണ്. എന്നാൽ ഈ പണം കൃത്യമായിട്ട് ഈ സംഘങ്ങൾക്ക് നൽകേണ്ട ചുമതല ഈ സംസ്ഥാന സർക്കാരിനാണുള്ളത്. അതിനുശേഷം ആ പണം എങ്ങനെ നൽകി എന്നതിന്റെ കണക്ക് കേന്ദ്ര സർക്കാരിന് നൽകുമ്പോൾ ആ പണം കേന്ദ്ര സർക്കാർ സംസ്ഥാന ടൂറിസം വകുപ്പിന് നൽകുന്ന രീതിയാണ് അവലംബിച്ചു പോരുന്നത്. എന്തായാലും ഈ പണം കൃത്യമായിട്ട് നൽകിയിട്ടില്ല. എന്തുകൊണ്ട് നൽകിയിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് അതിന് നടപടിയായിട്ടില്ല എന്നുള്ളൊരു ഉത്തരമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ 3 ലക്ഷം രൂപയ്ക്കൊപ്പം തന്നെ സൗത്ത് സോൺ കൾച്ചർ സെന്ററിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ലക്ഷം രൂപയും ഈ പുലികളി സംഘങ്ങൾക്ക് 9 പുലികളി സംഘങ്ങൾക്ക് നൽകിയിരുന്നു. ഈ ഓരോ ലക്ഷം രൂപ വീതം അതാത് പുലികളി സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ലഭിക്കാനുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള പണം. അതായത് 3 ലക്ഷം രൂപ വീതമാണ് ഓരോ സംഘങ്ങൾക്ക് ലഭിക്കാനുള്ളത്. ആ പണം ലഭിക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് കേന്ദ്രമന്ത്രി കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്തപ്പോൾ ഈ പുലികളി സംഘങ്ങളെ നേരിട്ട് കണ്ടിരുന്നു. അവർക്ക് വലിയൊരു വിശ്വാസമുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതായതുകൊണ്ട് ആ പണം ലഭിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഓരോ പുലികളി സംഘങ്ങളും മുന്നോട്ട് പോകുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കേന്ദ്രമന്ത്രി ആവുന്നതിന് മുൻപ്, അതായത് ലോക്സഭയിലേക്ക് വിജയിക്കുന്നതിന് മുമ്പ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഓരോ പുലികളി സംഘങ്ങൾക്കും 50,000 രൂപ വെച്ച് നൽകിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് ഗോപി എന്ന് തന്നെയാണ് ഈ പുലികളി സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഈ പ്രഖ്യാപിച്ച പണം കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ കൂടിയാണ് ഈ പുലികളി സംഘങ്ങൾ മുന്നോട്ട് പോകുന്നത്. യെസ് സാനു, എന്തായാലും യഥാർത്ഥ ചിത്രം വിവാദങ്ങൾക്കും രാഷ്ട്രീയ നിറം നൽകി വലിയ രീതിയിൽ മുന്നോട്ട് പോയവർക്കൊക്കെ മറുപടി ഇപ്പോൾ കൃത്യമായി തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ട്, എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് അദ്ദേഹം തന്നെ കൃത്യമായി വരച്ചു കാണിച്ചു. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.